ജനമേജയൻ വൈശമ്പായനോട് ഒരാഗ്രഹം പറഞ്ഞു. തൻ്റെ വംശത്തിൻ്റെ കഥ ആദ്യം മുതൽക്കേ അറിയണമെന്ന്. അങ്ങനെ വൈശമ്പായനൻ പറഞ്ഞുകൊടുത്ത കഥ തുടങ്ങുന്നത് ദുഷ്യന്തനിൽ നിന്നാണ്. ചക്രവർത്തിയായ ദുഷ്യന്തൻ ഒരിക്കൽ കാട്ടിൽ നായാട്ടിന് പോയപ്പോൾ യാദൃച്ഛികമായി കണ്വമുനിയുടെ ആശ്രമത്തിലെത്തി. അവിടെ അദ്ദേഹത്തിൻ്റെ വളർത്തുമകളും അതിസുന്ദരിയുമായ ശകുന്തളയെ കണ്ടു. താൻ രാജർഷിയായ വിശ്വാമിത്രൻ്റെയും അപ്സരസായ മേനകയുടെയും മകളാണെന്ന് അവൾ പറഞ്ഞപ്പോൾ അവൾ നല്ല വംശത്തിൽ പിറന്നവളാണ് എന്നത് രാജാവ് ശ്രദ്ധിച്ചു. അവളെ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിക്കാൻ രാജാവ് താൽപ്പര്യം പ്രകടിപ്പിച്ചു. ഗാന്ധർവ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആരും അറിയാതെയുള്ള വിവാഹം. ശകുന്തള ആദ്യം സമ്മതിച്ചില്ല. പിന്നെ രാജാവ് വല്ലാതെ നിർബന്ധിച്ചപ്പോൾ തങ്ങൾക്കുണ്ടാകുന്ന മകനായിരിക്കണം രാജ്യാവകാശം എന്നൊരു നിബന്ധന ശകുന്തള മുന്നോട്ട് വെച്ചു. രാജാവ് സമ്മതിച്ചു. അങ്ങനെ കണ്വമുനിയും മറ്റാരും അറിയാതെ ആ വിവാഹം നടന്നു. ശകുന്തളയെ പിന്നീട് വന്ന് ആചാരവിധിപ്രകാരം കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് പോയ ദുഷ്യന്തൻ പിന്നെ വന്നില്ല. ശകുന്തളയ്ക്കൊരു മകനുണ്ടായി. സർവദമനൻ എന്നാണ് കുട്ടിയുടെ പേര്. കുട്ടിക്ക് 6 വയസ്സായപ്പോൾ കണ്വമുനി ശകുന്തളയെയും കുട്ടിയെയും ദുഷ്യന്തൻ്റെ അടുക്കലേക്ക് അയച്ചു.